ലോകകപ്പും ഫുട്ബോൾ ആരവവും ഒക്കെ കഴിഞ്ഞു. ഫാൻസുകാർ അവരവരുടെ ടീമുകൾക്കായി വെച്ച ബോർഡുകൾ പക്ഷേ ഇപ്പോഴും നോക്കുകുത്തിയായി നിൽക്കുന്നു. റോഡരികിൽ പലയിടത്തും ലോകകപ്പ് ഫുട്ബോൾ ബോർഡുകൾ ശല്യമാകുന്നതായി പരാതി. നടപടിയുമായി തദ്ദേശ സ്ഥാപനങ്ങൾ. ഒരു മാസത്തോളം നീണ്ട ലോകകപ്പ് ഫുട്ബോൾ ആരവത്തിന് കഴിഞ്ഞ തിങ്കളാഴ്ചയോടെ പരിസമാപ്തിയായി. പ്രതീക്ഷിച്ച പല ടീമുകളും പുറത്താവുകയോ ഫൈനലിൽ പരാജയപ്പെടുകയോ ചെയ്തു. എന്നാൽ ഇപ്പോഴും റോഡരികുകളിൽ ചാഞ്ഞും ചരിഞ്ഞുമൊക്കെ നോക്കുകുത്തിയായി നിൽക്കുകയാണ് ആരാധകരുടെ ടീമുകളും താരങ്ങളും. പലയിടത്തും മഴയിലും കാറ്റത്തും ടീമുകളുടെ ഫ്ലെക്സുകൾ ഒടിഞ്ഞു നിൽക്കുന്നു. റോഡരികിൽ കാഴ്ച മറച്ചും നിൽപ്പുണ്ട് പല ബോർഡുകളും. ഇവയെല്ലാം എടുത്തുമാറ്റേണ്ട ഉത്തരവാദിത്തം അതത് ഫാൻസുകാർക്കാണെങ്കിലും പലരും കാര്യം കഴിഞ്ഞതോടെ മുങ്ങിയ മട്ടാണ്. ഏറ്റവും കൂടുതൽ ആരാധകരുള്ളതുപോലെ ബോർഡുകളും അധികം അർജന്റീനയ്ക്കും ബ്രസീലിനുമാണ്. സ്വയം അഴിച്ചുമാറ്റിയില്ലെങ്കിൽ നടപടിയെടുക്കുമെന്നാണ് തദ്ദേശ സ്ഥാപനങ്ങളുടെ മുന്നറിയിപ്പ്. 2-3 ദിവസത്തിനകമെങ്കിലും ഇത്തരം ബോർഡുകൾ അഴിച്ചുമാറ്റണമെന്നാണ് പഞ്ചായത്തുകൾ മുന്നറിയിപ്പ് നൽകിയിരിക്കുന്നത്. ഇതോടൊപ്പം ഉയരുന്ന മറ്റൊരു ഭീഷണി ഇത്രയും ഫ്ലെക്സുകൾ എവിടെ കൊണ്ട് നിക്ഷേപിക്കുമെന്നുള്ളതാണ്. പലരും ചായ്പിനും മറ്റുമായി ഉപയോഗപ്പെടുത്തുമെങ്കിലും മിക്കതും മണ്ണിലലിയാതെ പാരിസ്ഥിതിക പ്രശ്നം സൃഷ്ടിക്കുമെന്ന ഭീതിയിലാണ് പഞ്ചായത്തുകളും പരിസ്ഥിതി സ്നേഹികളും. UTV ന്യൂസ്, പാലക്കാട്.